അക്ഷരാർത്ഥത്തിൽ കേരള സർക്കാർ VC നിയമനത്തിൽ ഗവർണറുടെ മുമ്പിൽ മുട്ടുമടക്കിയിരിക്കുകയാണ്. സിസ തോമസിനെ സാങ്കേതിക സർവകലാശാലയുടെ സ്ഥിരം വൈസ് ചാൻസലറായി നിയമിക്കാൻ മുഖ്യമന്ത്രി ഗവർണർക്ക് സമ്മതം നൽകിയെന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അക്കാഡമിക് സമൂഹം അത്ഭുതത്തോടുകൂടിയാണ് ഇത് കേട്ടത്. ഊരാളുങ്കൽ പോലെ പണം CPM-നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടവർക്കോ ലഭിക്കുന്നതിനുള്ള ഒരു ഇടനിലയാണ് ഡിജിറ്റൽ സർവകലാശാല. സജീവ് ഗോപിനാഥിനെ നിയമിച്ചിരിക്കുന്നത് ഈ ഗവൺമെൻറ് ഒരു ബാധ്യതയായി മാറുമെന്നുള്ള ആരും സംശയം വേണ്ട. നമസ്കാരം. ഗവർണർ മുഖ്യമന്ത്രി കൂടിക്കാഴ്ചകൾക്ക് ശേഷം സാങ്കേതിക സർവകലാശാലയിലെ VC-ആയി ഡോക്ടർ സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാല VC-ആയി സജി ഗോപിനാഥിനെയും നിയമിച്ചിരിക്കുകയാണ്. സത്യത്തിൽ എങ്ങനെയാണ് ഗവർണർക്ക് മുൻപിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വഴങ്ങേണ്ടി വന്നത്? സിസയോടുള്ള സർക്കാർ പകയ്ക്ക് എങ്ങനെയാണ് വിരാമം ഉണ്ടായത്? നിരവധി ചോദ്യങ്ങളാണ് ഈ ഒരു നിയമനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചെയർമാനായ ശ്രീ RS ശശികുമാർ. അക്ഷരാർത്ഥത്തിൽ കേരള സർക്കാർ VC നിയമനത്തിൽ ഗവർണറുടെ മുമ്പിൽ മുട്ടുമടക്കിയിരിക്കുകയാണ്. കാരണം സിസ തോമസിനെ 2022 താൽക്കാലിക VC-ആയി സാങ്കേതിക സർവകലാശാലയെ നിയമിച്ചപ്പോൾ ക്യാമ്പസിൽ കയറാൻ അനുവദിക്കാതിരിക്കുകയും പല ദിവസങ്ങളും നിരവധി വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ നടത്തുകയും ചെയ്ത SFIയും ഇടതുപക്ഷ അധ്യാപക സംഘടനകളും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ബിന്ദു ഉൾപ്പെടെയുള്ളവർ പരമാവധി പീഡിപ്പിച്ച ഒരു ഉദ്യോഗസ്ഥയാണ് ഡോക്ടർ സിസ തോമസ്. ആ സിസ തോമസിനെ സാങ്കേതിക സർവകലാശാലയുടെ സ്ഥിരം വൈസ് ചാൻസലറായി നിയമിക്കാൻ മുഖ്യമന്ത്രി ഗവർണർക്ക് സമ്മതം നൽകിയെന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അക്കാഡമിക് സമൂഹം അത്ഭുതത്തോടുകൂടിയാണ് ഇത് കേട്ടത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഡിജിറ്റൽ സർവകലാശാലയിൽ സജി ഗോപിനാഥിനെ വൈസ് ചാൻസലറായി നിയമിക്കണം എന്നുള്ള ഒരൊറ്റ ഡിമാൻഡാണ് ഗവർണറുടെ മുമ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വെച്ചത്. സജി ഗോപിനാഥ് ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല എന്ന് ഒരു മുഖ്യമന്ത്രി ഗവർണറോട് പറഞ്ഞാൽ സ്വാഭാവികമായും ഗവർണർ സമ്മതം മൂളും. അതാണ് ഇന്നലെ സംഭവിച്ചത്. കാരണം ഡിജിറ്റൽ സർവകലാശാലയിൽ നടന്ന വ്യാപകമായ ക്രമക്കേട്, കോടികളുടെ ക്രമക്കേട്, ശബരിമലയിൽ നടന്ന ക്രമക്കേട് 500 കോടിയാണെങ്കിൽ ഇവിടെ 1500 കോടി രൂപയുടെ ക്രമക്കേട് പ്രഥമ ദൃഷ്ട്യാ നടന്നതായി ഡോക്ടർ സിസ തോമസ് ചുരുങ്ങിയ പീരീഡിൽ ഡിജിറ്റൽ സർവകലാശാലയിൽ താൽക്കാലിക വൈസ് ചാൻസലർ കണ്ടെത്തുകയും ആ വിവരം ഗവർണറെ റിപ്പോർട്ട് ചെയ്തു. ഗവർണർ C&AGയുടെ ഓഡിറ്റിന് വിധേയമാക്കി. C&AGയുടെ ഓഡിറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഓഡിറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സിസ തോമസിനെ അവിടുന്ന് മാറ്റേണ്ടതും അവിടെ വൈസ് ചാൻസലറായിരുന്ന ഈ തട്ടിപ്പുകൾക്ക് മുഴുവനും നേതൃത്വം കൊടുത്ത സജി ഗോപിനാഥിനെ വീണ്ടും അവിടെ വൈസ് ചാൻസലർ ആക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ആവശ്യമാണ്. കാരണം ഈ സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല എന്നുള്ള ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തുമില്ല. കേരളത്തിൽ ഡിജിറ്റൽ സർവകലാശാല രൂപീകരിച്ചത് കുട്ടികളുടെ വിദ്യാഭ്യാസം മുന്നിൽ കണ്ടുകൊണ്ടല്ല. അവിടെ ഈ 100 കൂടുതൽ കുട്ടികൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. അതല്ലാതെ അവിടെ മറ്റൊരു പഠനമല്ല. അവിടെ കൂടുതൽ നടക്കുന്നത് സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഊരാളുങ്കൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് CPM ഇൻട്രസ്റ്റ് ചെയ്തിരിക്കുന്ന പോലെ കിഫ്ബി വഴി വരുന്ന സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്ട്സ് മുഴുവനും കൊടുക്കുവാനുള്ള ഒരു ഏജൻസിയാണ് ഡിജിറ്റൽ സർവകലാശാല. വാസ്തവത്തിൽ ഈ ഡിജിറ്റൽ സർവകലാശാല രൂപീകരിച്ച സ്കീമിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, അവിടെയുള്ള അധ്യാപകർക്ക് സ്വന്തമായി കമ്പനികൾ തുടങ്ങാം. അവർ എൻ്റർപ്രനേഴ്സാണ്. ആ കമ്പനികളിലൂടെ അവർക്ക് വർക്ക് എടുക്കാം. ആ വർക്കുകൾ പരമാവധി വിദ്യാർത്ഥികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതായിരിക്കണം. വിദ്യാർത്ഥികളെ കൊണ്ട് വർക്ക് ചെയ്യിക്കണം. അങ്ങനെ വരുമ്പോൾ അവിടെ നിന്ന് പഠിച്ച് പുറത്തിറങ്ങുന്ന കുട്ടികൾ വെൽ എക്വിപ്ഡ് ആയിരിക്കും. പഠനത്തോടൊപ്പം അവർക്കൊരു ഏണിങ്ങും കിട്ടും. പക്ഷേ അവിടെ അതൊന്നും നടക്കുന്നില്ല.
അവിടെ വിദ്യാർത്ഥികൾക്കല്ല ഈ വർക്ക് കൊടുക്കുന്നത്. ഉദാഹരണമായി ഒരു 10 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് യൂണിവേഴ്സിറ്റി ഇൻട്രസ്റ്റ് ചെയ്യുന്നത് 50 കോടിക്കാണ്. ഈ 10 കോടിക്ക് പുറത്ത് ഔട്ട്സോഴ്സ് ചെയ്തതിന് ശേഷം 40 കോടി മറ്റ് ചില കേന്ദ്രങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഊരാളുങ്കൽ പോലെ പണം CPM-നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടവർക്കോ ലഭിക്കുന്നതിനുള്ള ഒരു ഇടനിലയാണ് ഡിജിറ്റൽ സർവകലാശാല. ഡിജിറ്റൽ സർവകലാശാലയുടെ പേര് തന്നെ ഒരു ഫ്രോഡ് യൂണിവേഴ്സിറ്റി എന്നാക്കി മാറ്റുന്നതാണ് ഏറ്റവും ഉത്തമം. അവിടെയുള്ള അധ്യാപകരും പൂർണ്ണമായും അഴിമതിക്കാരാണ്. അവിടെയുള്ള അധ്യാപകരെ നിയമിച്ചിരിക്കുന്നത് ഔട്ട് ഓഫ് ദി വേട്ടാണ്. അവിടെയുള്ള അധ്യാപകർ ബഹുഭൂരിപക്ഷവും അൺക്വാളിഫൈഡാണ്. അപ്പോൾ ഈ സ്ഥാപനം തന്നെ വൈൻഡപ്പ് ചെയ്യേണ്ടതാണ്. പക്ഷേ ആ സ്ഥാപനത്തിൽ സജി ഗോപിനാഥിനെ നിയമിക്കണമെന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് പിടിവാശി ഉണ്ടാവും. മുഖ്യമന്ത്രിക്ക് CPM-ഓ SFI-യോ അല്ലെങ്കിൽ മന്ത്രിമാരായ രാജീവും മന്ത്രി ബിന്ദുവും വളരെ ശക്തമായി സിസാ തോമസിനെ എതിർത്ത് നിന്നുവെങ്കിലും സിസാ തോമസിനെ നിയമിച്ചാലും കുഴപ്പമില്ല, സജി ഗോപിനാഥിനെ നിയമിച്ചാൽ മതി എന്നുള്ള നിലപാടിലെത്തിയപ്പോൾ ഗവർണർ വഴങ്ങി. വാസ്തവത്തിൽ ഗവർണർ എടുത്തേക്കുന്ന നിലപാട് അക്കാഡമിക് സമൂഹത്തിൽ നോക്കുമ്പോൾ ദൗർഭാഗ്യകരമായ നിലപാടാണ്. തീർച്ചയായിട്ടും ഇവിടെ സജി ഗോപിനാഥ് ഡിജിറ്റൽ സർവകലാശാല നടത്തുന്ന ക്രമക്കേടുകൾ അന്വേഷണ വിധമാക്കാനായിട്ട് CBI-ക്ക് വിടാനായിട്ട് ഗവർണർ തയ്യാറാകുകയാണ് വേണ്ടത്. കാരണം പൊതുപ്പണമാണ് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് യൂണിവേഴ്സിറ്റി എന്ന് മുഖമുദ്ര മാത്രമേ ഉള്ളൂ. ഈ സ്ഥാപനത്തെക്കുറിച്ച് പരസ്യമായ അന്വേഷണം നടത്താൻ തയ്യാറാവണം. ഇവിടെ ഒരു ഗവർണർക്ക് ഈ കേസ്, ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ തർക്കം വന്നപ്പോഴേക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിലായി. സുപ്രീം കോടതി വൈസ് ചാൻസലർ നിയമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. വാസ്തവത്തിൽ ഒരിക്കലും ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാരം, ഗവർണറുടെ അധികാരം, ഒരു എക്സിക്യൂട്ടീവിൻ്റെ അധികാരം ജുഡീഷ്യറിക്ക് കൈമാറാൻ പാടില്ല. അതുപോലും ദൗർഭാഗ്യകരമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് നടന്നു. എന്തായാലും ഗവർണറും മുഖ്യമന്ത്രിയും ഒരേ യോജിപ്പിലെത്തിക്കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും വൈസ് ചാൻസലറെ സുപ്രീം കോടതി നിയമിക്കുന്നു എന്നുള്ളൊരു പേരുദോഷത്തിൽ നിന്ന് തൽക്കാലം നമ്മുടെ സംസ്ഥാനത്തിന് ഒഴിയാൻ കഴിഞ്ഞു. നിശ്ചയമായും സജി ഗോപിനാഥിൻ്റെ നിയമനം ഇന്നല്ലെങ്കിൽ നാളെ ഗവൺമെൻറ്റിനും ഗവർണർക്കും പുനഃപരിശോധിക്കേണ്ടതായി വരും. ഈ സജി ഗോപിനാഥിൻ്റെ ഈ നിയമനം ഗവൺമെൻറ്റിന് തന്നെ പിന്നീടൊരു തലവേദനയായി മാറാൻ സാധ്യതയില്ലേ? നിശ്ചയമായും ഇവർ ബുദ്ധിപൂർവമായിരുന്നെങ്കിൽ സജി ഗോപിനാഥിനെ പോലെ തന്നെ 2ാം റാങ്ക് കൊടുത്തിരിക്കുന്നത് സാങ്കേതിക സർവകലാശാലയിൽ ഇടതുപക്ഷം അവരുടെ ഒരു മെഗഫോണായി നിയമിച്ചിരുന്ന വൈസ് ചാൻസലർ ഡോക്ടർ MS രാജശ്രീയായിരുന്നു. രാജശ്രീയെ സജി ഗോപിനാഥിനോടൊപ്പം തന്നെ പാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാജശ്രീയെ നിയമിച്ചിരുന്നുവെങ്കിൽ രാജശ്രീക്ക് 4 കൊല്ലം തുടരാൻ കഴിയുമായിരുന്നു. 4 കൊല്ലം വൈസ് ചാൻസലറായിട്ടിരിക്കുമ്പോൾ ഗവൺമെൻറ്, സർക്കാർ ആര് പറയുന്നതിനടിയിലും ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു റബ്ബർ സ്റ്റാമ്പാണ് വൈസ് ചാൻസലർ. പക്ഷേ അതിന് പകരം സജി ഗോപിനാഥിനെ നിയമിച്ചിരിക്കുന്നത് ഈ ഗവൺമെൻറ് ഒരു ബാധ്യതയായി മാറുമെന്നുള്ള ഒരു സംശയം വേണ്ട. തീർച്ചയായിട്ടും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി CAG-യുടെ ഓഡിറ്റ് നടന്നു കഴിയുമ്പോഴേക്കും ഇവിടെ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ മുഴുവനും അന്വേഷിക്കാൻ CBI ചുമതലപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഗവർണർക്ക് നിവേദനം കൊടുക്കും. ഗവർണർ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഇതിനെതിരെ ഹൈക്കോടതിയിൽ കേസ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സാർ, അതുകൂടാതെ എന്തുകൊണ്ടാണ് സിസാ തോമസിന് അനുകൂലമായി ഗവർണർ നിൽക്കാൻ അത്തരത്തിലൊരു നിലപാടിലേക്ക് എത്തിച്ചേർന്നത്? സിസാ തോമസ് ഒരു നല്ല അക്കാഡമിഷ്യയാണ്. അവർക്ക് ഒരു രാഷ്ട്രീയ വിധേയത്വമില്ല. കഴിഞ്ഞ വർഷങ്ങളായിട്ട് സാങ്കേതിക സർവകലാശാലയിൽ സീനിയർ ജോയിൻറ്റ് ഡയറക്ടറാണ്. ഇടതുപക്ഷ ഗവൺമെൻറ് ഇരുന്ന കാലത്തും വലതുപക്ഷ ഗവൺമെൻറ് ഇരുന്ന കാലത്തും എൻജിനീയറിങ്ങുമായി ബന്ധപ്പെട്ട പ്രവേശന പരീക്ഷയുടെ അഡ്മിഷൻ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഗവൺമെൻറ് ഇൻട്രസ്റ്റ് ചെയ്തിട്ടുള്ളത് സിസാ തോമസിനെയാണ്. അപ്പോൾ അവർ വളരെ സത്യസന്ധയാണെന്നുള്ള അഭിപ്രായം ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾക്ക് ഉണ്ടായിരുന്നു, വലതുപക്ഷ ഗവൺമെൻറ്റുകൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ നിലവിലുള്ള സർക്കാരിന് അവരോട് ഭയങ്കരമായ അതൃപ്തിയുണ്ട്. എന്താണ് അതിന് കാരണമെന്നറിയില്ല. കാരണം മറ്റൊന്നുമല്ല,
സാങ്കേതിക സർവകലാശാലയിൽ വൈസ് ചാൻസലറുടെ താൽക്കാലിക ഒഴിവ് വന്നപ്പോൾ ഗവർണർ സീനിയർ എന്ന രീതിയിൽ അവരെ നിയമിച്ചു. അത് ഗവൺമെൻറ്റിന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ വന്നാണ് ഇവർ ഗവൺമെൻറ്റിൻ്റെ കണ്ണിലെ കരടായി മാറിയത്. പക്ഷേ ഇപ്പോഴേ സുപ്രീം കോടതി ഒരു സെർച്ച് കമ്മിറ്റിയെ നിയമിക്കാൻ തീരുമാനിച്ചു. ആ സെർച്ച് കമ്മിറ്റി 65ഓളം പേരെ ഇൻ്റർവ്യൂ നടത്തി കഴിഞ്ഞപ്പോൾ അതിൽ ഏറ്റവും സ്യൂട്ടബിളാണെന്ന് കണ്ടെത്തി സിസ തോമസിനെ നിയമിക്കുകയും സിസ തോമസിനോടൊപ്പം തന്നെ കോഴിക്കോട് NITയിലെ പ്രൊഫസർ പ്രിയ ചന്ദ്രനെയും നിയമിക്കാൻ തീരുമാനിച്ചു. അവർ രണ്ടുപേരെയും 2 പാനലിൽ ഉൾക്കൊള്ളിച്ചു. അപ്പോൾ ഗവർണർ കണ്ടെത്തിയത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ പാനലിലും അതോടൊപ്പം തന്നെ സാങ്കേതിക സർവകലാശാലയുടെ പാനലിലും കോമൺ ആയിട്ടുള്ള 2 പേരുണ്ട്. അത് ഡോക്ടർ സിസ തോമസും ഡോക്ടർ പ്രിയ ചന്ദ്രനുമാണ്. അതുകൊണ്ട് പ്രിയ ചന്ദ്രനെ ഡിജിറ്റൽ സർവകലാശാലയിലും സിസ തോമസിനെ സാങ്കേതിക സർവകലാശാല VC ആയി നിയമിക്കാൻ ഗവർണർ എടുത്ത തീരുമാനം വളരെ നിഷ്പക്ഷമായ തീരുമാനമാണ്. പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം സജീവ് ഗോപിനാഥിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പാനൽ അവർക്ക് ഒരിക്കലും സ്വീകാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രി ഗവർണറോട് ആവശ്യപ്പെട്ടത് 1ാം റാങ്കായി സജീവ് ഗോപിനാഥിനെയും പാപ്പനോട് SCT എഞ്ചിനീയറിംഗ് കോളേജിലെ ഡോക്ടർ സതീഷിനെ സാങ്കേതിക സർവകലാശാലയിൽ VC ആയിട്ട് നിയമിക്കണമെന്നുള്ള പ്രപ്പോസലാണ് വന്നത്. അവിടെയായിരുന്നു അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. അപ്പോൾ ഇവർ 2 പേരെ നിയമിച്ചിരുന്നുവെങ്കിൽ വളരെ നിഷ്പക്ഷമായൊരു തീരുമാനമാണ്. അപ്പോൾ അങ്ങനെയാണ് ഗവർണർ ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചത്. നിർഭാഗ്യവശാൽ അത് അംഗീകരിക്കുവാൻ മുഖ്യമന്ത്രിയും തയ്യാറായില്ല. മുഖ്യമന്ത്രി അതിന് ശേഷം 2 മന്ത്രിമാരെ ചർച്ചയ്ക്ക് അയച്ചു. ആ ചർച്ചയിലും ഒരു തീരുമാനം ഉണ്ടായില്ല. അപ്പോൾ ഗവർണർ എടുത്ത ഒരു തീരുമാനം ഈ 2 പേരിൽ കോമൺ ആയിട്ടുള്ളവരാകുമ്പോൾ ഇവരാണ് സ്യൂട്ടബിൾ എന്നുള്ളതുകൊണ്ടാണ്.